ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ട് നോക്കുക. വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് രാവിലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കൊടുത്തു വിടാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പരായാലും അതുപോലെ തന്നെ പത്തിരിൻ്റെ ഒപ്പരായാലും ഒക്കെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരു ലൈക്ക് കൊടുത്തേക്കണേ ഈ ഒരു വീഡിയോക്ക്. നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് പരിപ്പ് കറിയും അതുപോലെ തന്നെ തോരന് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കൂലേ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കുക. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും കേട്ടോ, കുറച്ച് മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇടുന്നതിൻ്റെ മുമ്പായിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ. ഇട്ടേമ്പാട് പൊട്ടണം കടുക്. എന്നാലാണ് നമ്മൾ വെക്കുന്ന കറിക്കായാലും അതുപോലെ തന്നെ തോരനായാലും എന്ത് സാധനത്തിനായാലും നല്ല ടേസ്റ്റ് വരിക കേട്ടോ. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിയും പാടും നമ്മൾ സാധനം ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരു സെക്കൻഡെങ്കിലും കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ. എന്നാലാണ് ഈ കടുകിൻ്റെ ഒരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഉള്ളി ആയാലും എന്ത് സാധനം ഇട്ട് കൊടുത്താലും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതറിയാത്ത കൂട്ടുകാരുടെ ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടുന്ന സമയത്ത് ചുറ്റും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു മൂടി കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. എന്നാൽ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തെറിച്ചിട്ട് വൃത്തികേടാവില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചുവന്നുള്ളിയാണ് കേട്ടോ. ഞാനൊരു 5-6 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുക ഈ ഒരു റെസിപ്പിക്ക്. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതാവുമ്പോൾ കളറ് മാത്രമേ ഉണ്ടാവൂ, നമുക്ക് എരിവ് കുറവായിരിക്കും. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മളിപ്പോൾ തേങ്ങാക്കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഒരു ചെറിയൊരു കളർ മാറുന്നത് വരെ ഒന്ന്, അധികം വേണ്ട കേട്ടോ, ഒന്ന് ചെറുങ്ങനെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അധികം ഗോൾഡൻ കളറാവേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ മുളകും അതുപോലെ തന്നെ ചുവന്നുള്ളിയും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മളെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്, അധികം മൂത്തിക്കില്ല, അതുപോലെ തന്നെ കളർ മാറിയിക്കില്ല കേട്ടോ. ഒരു അത്യാവശ്യം ഒരു മൂപ്പ് മതിയാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങ ഇല കേട്ടോ. മുരിങ്ങൻ്റെ ഇല എന്നൊക്കെ പറയും നമ്മളിവിടെ. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇതിൻ്റെ പച്ച ചൊവ പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു ഇലൻ്റെ പച്ച ചൊവൊക്കെ മാറി അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളെ കയ്യിൽ പൊടിയുപ്പുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് വഴറ്റി കൊടുക്കുക. ഒന്ന് വെന്ത് കിട്ടിക്കോട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. കുറച്ച് നേരം ഇതൊന്ന് തണിയാൻ വെക്കുക. എന്നതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഈ ഒരു കൂട്ടിട്ട് കൊടുക്കുക. നല്ലോണം തണിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കൂട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അധികം പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അധികം പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ ചമ്മന്തിയില്ലേ അതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചീരയൊക്കെ നല്ലോണം വെന്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ മിക്സിൻ്റെ ജാറിൽ ഇതേപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. അപ്പോൾ രാവിലെ കുട്ടിക്ക് കൊടുത്ത് വിടാൻ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. എളുപ്പമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ വീഡിയോ സബ് ചെയ്യുക. അതുപോലെ തന്നെ